ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് രണ്ട് നല്ല പ്രോട്ടീൻ റിച്ച് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതൊക്കെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ ലഞ്ചായിട്ടും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. ചീരയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് പാലൊക്കെ ഉപയോഗിക്കാം. നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് വേണ്ടത് 2 മുട്ടയാണ്. മുട്ട നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലയും നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അത് ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോൾ ലീഫി വെജിറ്റബിൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഇന്നലെ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഉപയോഗിച്ച മയോണൈസാണ്. ഹൈ പ്രോട്ടീൻ മയോണൈസാണ്. ആ മയോണൈസ് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയോ ഓയിലോ ഒന്നും ചേർക്കാത്ത ഹൈ പ്രോട്ടീൻ മയോണൈസാണ്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം. അതുപോലെ തന്നെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും അതുപോലെ പിന്നെ പച്ചമുളകാണെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കാം. ഇത് ഹോൾ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതിന് ആദ്യം തന്നെ നമുക്ക് ഈ എഗ് മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യത്തിന് നല്ല ഫില്ലിങ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ച ചീരയിൽ ഇട്ട് കൊടുക്കാം. ചീര ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഫുള്ളായിട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം ഫുള്ളായിട്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുക്കുംബർ അങ്ങനെ വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുക്കുംബർ, തക്കാളി അതുപോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പാനിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മുട്ടയും ബ്രെഡും ഒക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ ഇതുപോലെ സാൻഡ്വിച്ച് ആക്കണം എന്നില്ല. അങ്ങനെ മടുക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ സാൻഡ്വിച്ച് ആക്കിയിട്ടും നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഞാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ലഞ്ച് ടൈമാണ് സാൻഡ്വിച്ച് ഉൾപ്പെടുത്താറുള്ളത്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിലും നമുക്ക് ഉൾപ്പെടുത്താം. നന്നായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ റംദാനാണ് വരാൻ പോകുന്നത്. റംദാനിലും നമ്മളെ പിന്നെ അത്താഴത്തിനായാലും അതുപോലെ നൈറ്റിൽ നോമ്പ് മുറിക്കുന്ന സമയത്തായാലും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. ബ്രെഡ് സാൻഡ്വിച്ച് നന്നായിട്ട് ടോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്തെടുക്കാം. അതുപോലെ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഹെൽത്തി ഹൈ പ്രോട്ടീൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തത് വെജിറ്റേറിയനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള പ്രോട്ടീൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വെജിറ്റബിളാണ് സോയ. അപ്പോൾ വെജിറ്റേറിയന് പറ്റിയ നല്ലൊരു കിഡിലൻ സാൻഡ്വിച്ചാണ്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് കോൺ, അതുപോലെ കുറച്ച് ഒണിയനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സാൻഡ്വിച്ചിൽ ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അതിന് പകരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്.
വെജിറ്റേറിയന് നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് സോയ ചങ്ക്സ്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ ഇനിയും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിലുള്ള വെജിറ്റബിൾ മാത്രം തക്കാളിയും ഉള്ളിയും സോയ ചങ്ക്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഇതിലേക്ക് സോയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപയോഗിക്കുന്നത് മയോണൈസ് അല്ല, കേടാണ് ഉപയോഗിക്കുന്നത്, തൈരാണ് ഉപയോഗിക്കുന്നത്. നല്ല കട്ടിയില്ല അധികം പുളിയില്ലാത്ത തൈര്, മിൽക്കി മിസ്റ്റ് അതുപോലെ വരുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാ 1 ടേബിൾ സ്പൂൺ മുതൽ അതുപോലെ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഫില്ലിങ് റെഡിയായി. ഇനി ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനിയും ഇതിലേക്ക് എരിവ് വേണമെങ്കിൽ പെപ്പർ അതുപോലെ ചില്ലി ഫ്ലേക്സ് അങ്ങനെയും ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ വോൾ വീറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ലെറ്റ്യൂസ് ലീഫാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, സോയയും വെജിറ്റബിളൊക്കെ ചേർത്ത ഫില്ലിംഗ് നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ സോയയ്ക്ക് പകരം നിങ്ങൾക്കിതിലേക്ക് പനീർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് നന്നായിട്ട് പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ടോസ്റ്ററിൽ വെച്ചിട്ടും ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ടും നമുക്കിത് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും നല്ലതാണ്. ഇതാ നമ്മളെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. പ്രോട്ടീൻ റിച്ച് വെജിറ്റേറിയൻ സാൻഡ്വിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നല്ല നല്ല ഹെൽത്തി റെസിപ്പീസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടൊക്കെ പോയി കണ്ടു നോക്കാം. ഓക്കെ, ബൈ.